എല്ലാവർക്കും നമസ്കാരം. സിനിമാ കഫേയുടെ പുതിയൊരു എപ്പിസോഡുമായിട്ട് ഞാൻ രാജീവ് മുല്ലശ്ശേരിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു പുതിയ ഹിറ്റ് ചിത്രത്തെക്കുറിച്ചാണ്. മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ദിലീപേട്ടന്റെ 150ാമത് ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി. അതുപോലെ മറ്റൊരു പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. ലിസ്റ്റിൻ സ്റ്റീഫൻ നയിക്കുന്ന മാജിക് ഫ്രെയിംസ് അണിയിച്ചൊരുക്കുന്ന 30ാമത് ചിത്രം കൂടിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഉപചാരപൂർവ്വം ഗുണ്ടാ ജയൻ, നെയ്മർ, ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ അങ്ങനെ കുറച്ച് ചിത്രങ്ങളുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച പുതുമുഖ സംവിധായകൻ ബിൻഡോ സ്റ്റീഫന്റെ ആദ്യ സംവിധാന ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ തുടങ്ങിയ ചിത്രങ്ങൾക്ക് രചന നിർവഹിച്ച ഷാരിസ് മുഹമ്മദിന്റെ രചനയിൽ പിറക്കുന്ന മറ്റൊരു ഹിറ്റ് ചിത്രം കൂടിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. രണദിവെ ക്യാമറയും സാഗർ ജോസ് എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. ഇതൊരു പക്ക ഫാമിലി ഡ്രാമ മൂവിയാണ് കേട്ടോ. കുടുംബ പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം പ്രിൻസ് ആൻഡ് ഫാമിലി നിർവഹിച്ചു കഴിഞ്ഞുവെന്ന് തിയേറ്റർ റെസ്പോൺസ് ചൂണ്ടിക്കാട്ടുകയാണ്. തുടർ പരാജയങ്ങളിലൂടെ മലയാള കുടുംബ പ്രേക്ഷകരുടെ പ്രിയ താരം, ജനപ്രിയ നായകൻ ദിലീപ് മലയാള സിനിമയിൽ നിന്ന് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പ്രിൻസ് ആൻഡ് ഫാമിലിയായി പ്രിൻസായി ദിലീപേട്ടൻ ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. തിയേറ്ററുകളെ പൂരപ്പുറമ്പാക്കി മാറ്റി മുന്നേറുന്ന മഹാനടൻ ലാലേട്ടന്റെ തുടരും എന്ന സിനിമയ്ക്കൊപ്പമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി മുന്നേറുന്നത് എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ദിലീപേട്ടനൊപ്പം ധ്യാൻ ശ്രീനിവാസനും ജോസുകുട്ടി ജേക്കബും, ബിന്ദു പണിക്കരും, സിദ്ദിഖ്, ഉർവശി, മഞ്ജു പിള്ള, റാനിയ റാണ, മീനാക്ഷി മാധവി, റോസ്ബത്ത് ജോയി, ജോണി ആന്റണി, അശ്വിൻ ജോസ്, പാർവതി രാജൻ തുടങ്ങിയവരും പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ താരമുഖങ്ങളാണ്. പ്രിൻസ് ആൻഡ് ഫാമിലിയിലേക്ക് വന്നാൽ പുതിയ കാലത്തിന്റെ കഥ പറയുന്ന സിനിമ, നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സിനിമ എന്നൊക്കെ നിസ്സംശയം പറയാൻ കഴിയും. പതിവ് ദിലീപ് സിനിമകളുടെ ശൈലിയിൽ പക്ക എന്റർടൈനറായി ഒരുക്കിയിരിക്കുന്ന സിനിമ തമാശകളും ജീവിത മുഹൂർത്തങ്ങളും കണ്ണീരുമൊക്കെയുള്ള സിനിമ തന്നെയാണ്. റാനിയ റാണയും സിദ്ദിഖും ബിന്ദു പണിക്കരും ദിലീപിനൊപ്പം അഭിനയിച്ച് തകർത്തിരിക്കുകയാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് മഞ്ജു പിള്ളയെ പറ്റിയാണ്. സമീപകാലങ്ങളിൽ കുറച്ചധികം നല്ല കഥാപാത്രങ്ങൾ മഞ്ജു പിള്ള എന്ന നടിക്ക് കിട്ടുന്നുണ്ടെങ്കിലും പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ സഫിയ എന്ന കഥാപാത്രം അവർ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. സഫിയ എന്ന കഥാപാത്രത്തിന് മഞ്ജുപിള്ള തീർച്ചയായും ഒരു നല്ല കയ്യടി അർഹിക്കുന്നു. ഇത്ര നല്ല പെർഫോമൻസോടുകൂടി സഫിയ താദിയെ മലയാളത്തിന് സമ്മാനിച്ച മഞ്ജുപിള്ളയ്ക്ക് ഒരുപാട് താങ്ക്സ്. നമ്മൾ അറിയാതെ പോകുന്നതോ അല്ലെങ്കിൽ അറിഞ്ഞില്ലെന്ന് നടിക്കുന്നതോ ആയ സോഷ്യൽ മീഡിയയിലൂടെ പടരുന്ന ഒരു വലിയ വിപത്തിനെയാണ് ഈ ചിത്രം തുറന്നു കാട്ടുന്നത്. ധൈര്യമായി കുടുംബത്തോടൊപ്പം ഒന്നിച്ചിരുന്ന് കാണാവുന്ന ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. പതിയെ തുടങ്ങിയ ചിത്രത്തിന്റെ വേഗതയേറിയ തിരക്ക് കുടുംബ പ്രേക്ഷകരുടെ ഒഴുക്ക് തന്നെയാണ്. ഒരുപാട് നെഗറ്റീവ് റിവ്യൂകൾക്കിടയിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി ഒരു കയ്യടി അർഹിക്കുന്നു. ദിലീപ് എന്ന നടന്റെ സമീപകാലത്ത് ഏറ്റവും വലിയ ഹിറ്റായി മാറുകയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഒരുപാട് ചീത്തവിളികൾ കേട്ടേക്കാമെങ്കിലും ഒരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ അപ്ഡേറ്റുകൾക്ക് താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട്, പ്രത്യേകിച്ച് ദിലീപ് എന്ന നടനെതിരെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ദിലീപിനെ നായകനാക്കി ചെയ്തു എന്ന് വെച്ച് ഈ ചിത്രം അദ്ദേഹത്തിന് മാത്രമാണോ? അതിന് പിന്നിൽ പ്രവർത്തിച്ച എത്രയോ കലാകാരന്മാരുണ്ട്. അവരുടെ വിയർപ്പിനും കഷ്ടപ്പാടിനും കണ്ണീരിനും വിലയൊന്നുമില്ലേ? നിങ്ങളുടെ ചിന്താഗതി കൊണ്ട് നാശമാകുന്നത് അവരുടെ കൂടി ജീവിതമല്ലേ? അതിന് ആരുത്തരം പറയും? സ്നേഹിച്ചില്ലെങ്കിലും ദ്രോഹിക്കരുത് എന്ന് നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് അപേക്ഷിച്ചുകൊണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി ടീമിന്റെ വിജയത്തിൽ പങ്കുചേർന്നുകൊണ്ട് സിനിമാ കഫേയുടെ ഈ എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രിൻസ് ആൻഡ് ഫാമിലി നല്ലൊരു ചെറിയ ചിത്രമാണ്. അവധിക്കാലം ആസ്വദിക്കാൻ കുടുംബസമേതം തിയേറ്ററിൽ തന്നെ ചിത്രം കാണുക. എപ്പിസോഡ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും ഒരു സപ്പോർട്ട് തരണം എന്ന് അപേക്ഷിക്കുന്നു. ഒപ്പം എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം രാജീവ് മുല്ലശ്ശേരി.